ക്രിസ്തുവിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയ ദൈവമക്കളെ, സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു കൊച്ചു ഗ്രാമത്തില് അവര് വളരെയധികം സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുന്നതിന് ഒരു കാരണം ഉണ്ടായിരുന്നു. അവരുടെ ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്ത് ഈശോയുടെ ഒരു 30 അടിയോളം ഉയരമുള്ള ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ആ സ്റ്റാച്ചു ഈശോ ഇരുകരങ്ങളും വാത്സല്യത്തോടെ വിരിച്ചു പിടിച്ച് അവരെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന രൂപത്തിലായിരുന്നു. ഈശോയുടെ മുഖം വളരെയധികം വാത്സല്യം നിറഞ്ഞതായിരുന്നു. കരുണാമസ്മരണമായിരുന്നു ഈശോയുടെ കണ്ണുകള്. എല്ലാവർക്കും, അതുപോലെ ഗ്രാമവാസികൾ ജോലിയെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഈ സ്റ്റാച്ചുവിന് തൊട്ടരികത്തുള്ള ഇതാ സ്വച്ഛന്തവും സുന്ദരവുമായി ശാന്തമായി ഒഴുകുന്ന ഒരു കൊച്ചരുവിയില് അവർ വെള്ളം കുടിച്ചും അതിനുശേഷം അവരുടെ പണി ആയുധങ്ങള് അവിടെ വെച്ച് ഈശോയുടെ അടുത്ത് വന്ന് പൂക്കൾ സമർപ്പിക്കുകയും തിരികെത്തിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇവരുടെ ഈ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും എല്ലാം കാരണം ഇവരുടെ ഈ പ്രാർത്ഥനയെ ഒത്തൊരുമിച്ചുള്ളതാണ്. ഈ ഈശോയുടെ ഈ രൂപത്തിന് മുമ്പിൽ വന്നുള്ള പ്രാർത്ഥനയാണ് ഈ രാജ്യത്തിന്റെ, ഈ ഗ്രാമത്തിന്റെ ഐശ്വര്യം എന്നറിഞ്ഞ അടുത്ത ശത്രുക്കളായിട്ടുള്ള അടുത്ത പട്ടണത്തിലെ ജനങ്ങളും അവിടുത്തെ രാജാവും ഈ ഗ്രാമത്തെ ആക്രമിക്കുകയാണ്. ഒരു രാത്രി അവര് കടന്നു വന്ന് ഈ സ്റ്റാച്ചുവിനെ തച്ചുടച്ച് തകർക്കുകയാണ് മക്കളെ. ഇത് നേരം വെളുത്തു കഴിഞ്ഞ് ജനങ്ങളെല്ലാം വന്ന് നോക്കുമ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട ഈശോയെ ശിരസും കൈകളും വാദങ്ങളും എല്ലാം തവിട് പൊടിയാക്കിയിട്ടിരിക്കുന്നവർ അവർ വാവിട്ട് കരഞ്ഞു, സങ്കടപ്പെട്ടു. അവരന്ന് ജോലിക്ക് പോകാതെ അവിടെ ഇരുന്ന് കരയുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ച പോലെ അവർ കരയുകയാണ്. ഇത് തുടർന്നു സന്ധ്യ വരെ. ആ നിമിഷങ്ങളില് ആകാശം മേഘാവൃതമായി മക്കളെ. ഇതാ നല്ല ഇടിയോടുകൂടി മിന്നലോടുകൂടി മഴ പെയ്തു. പ്രിയ മക്കളെ, ഈ മഴയും ഈ ഒരു കൊടുങ്കാറ്റിനും ശേഷം ഒരു ശാന്തത വന്നു. ഒരു വളരെ സൗമ്യമായ ഒരു സ്വരം അവര് കേട്ടു, അശരീരി പോലെ. അവർ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ഇനി ഇതാ എനിക്ക് കൈകളില്ല, ഇനി നിങ്ങളാണ് എന്റെ കൈകള്. എനിക്ക് പാദങ്ങളില്ല, ഇനി നിങ്ങളാണ് എന്റെ പാദങ്ങള്. എനിക്ക് മനുഷ്യരെ സ്നേഹിക്കാൻ ഹൃദയമില്ല, ഇനി നിങ്ങളിലാണ് എന്റെ ഹൃദയം. ആർദ്രതയോടെ അവരെ നോക്കാൻ കണ്ണുകളില്ല, ഇനി നിങ്ങളാണ് എന്റെ കണ്ണുകള്. ഈശോയുടെ പൊന്നുമക്കളെ, ഈ വാക്ക് കേട്ടപ്പോൾ അവർക്ക് വലിയ ആശ്വാസമായി. ഇതാ ഈശോ അവരെ സാന്ത്വനിപ്പിച്ച് പറഞ്ഞു വിടുകയാണ്. തന്റെ തകർക്കപ്പെട്ട കൈകൾക്ക് പകരമായി നിങ്ങൾ ഇനി കൈകളാകണം. തന്റെ തകർക്കപ്പെട്ട ഹൃദയത്തിനും മുഖത്തിനും പകരം നിങ്ങളായി മാറണം. സാന്ത്വന വാക്കുകളിലൂടെ, സ്നേഹത്തിലൂടെ നിങ്ങൾ മറ്റൊരു ക്രിസ്തുവായി മാറണം എന്നൊരു സന്ദേശം അവർ സ്വീകരിച്ചു. അവരുടെ ദുഃഖങ്ങളെല്ലാം മറന്ന് അവർ തിരിച്ചുപോയി മക്കളെ. പ്രിയ ദൈവമക്കളെ, അവർ വീണ്ടും എല്ലാ സായം സന്ധ്യകളിലും ഈ തകർക്കപ്പെട്ട ഈ രൂപത്തിനു മുമ്പിൽ വീണ്ടും വന്ന് അവർ പരസ്പരം സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും പങ്കുവയ്ക്കുകയും എല്ലാം ചെയ്തു. അവരുടെ സമാധാനവും സന്തോഷവും ഇതാ ഒട്ടും കുറവില്ലാതെ തുടർന്നു മക്കളെ. ദൈവത്തിന്റെ പൊന്നുമക്കളെ, ഞാനിത് നിങ്ങളോട് പറഞ്ഞത് ഇതാ നമ്മള് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35 മുതല് വാക്യങ്ങളില് നമ്മോട് ഈശോ പറയുന്നുണ്ട്. ഇതാ, വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. കണ്ട മക്കളെ, ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയിലില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. മക്കളെ, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് അലിവ് തോന്നുകയാണ്. പ്രിയ മക്കളെ, ഇതാ ഈശോ പറയുകയാണ്, ഇതാ ഈശോ ചെയ്ത അതേ ജോലി ചെയ്യാൻ ഇനി ഈശോയുടെ കൈകളും കാലുകളും
ഈശോയുടെ കണ്ണുകളുമായി നമ്മൾ മാറണമെന്ന് ഈശോ ആഗ്രഹിക്കുക. നമ്മൾ ചുറ്റി സഞ്ചരിക്കണം മക്കളെ. നമ്മൾ ജീവിക്കുന്ന ഇടവകയിലാണെങ്കിൽ കുടുംബ യൂണിറ്റുകളിലൂടെ, അതുപോലെ ഇടവകയെ നമ്മുടെ പ്രിയപ്പെട്ട വൈദികരെ സഹായിച്ചും സ്നേഹിച്ചും നമ്മളുടെ പ്രവർത്തനങ്ങള് വളരെയധികം നമ്മൾ ശക്തിപ്പെടുത്തണം മക്കളെ. ഇനി നമ്മൾ അലസരായി നിസ്സംഗതരായി ഇരിക്കരുത് മക്കളെ. ഈശോ നമ്മളെ ചുമതലപ്പെടുത്തി, നിങ്ങൾ ഗോ, ഈശോ പറഞ്ഞു പ്രീച്ച്, പ്രസംഗിക്ക്, ബാപ്റ്റൈസ്ഡ്, ജ്ഞാനസ്നാനം നൽക്. മക്കളെ, നമുക്ക് പോകാം, നമുക്ക് പ്രസംഗിക്കാം. എന്താണ് ജ്ഞാനസ്നാനം? നമ്മൾ പോയി അവിടെ ഈശോയെ പറ്റി പറയുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ ഉണ്ടാവുന്ന അനുതാപം ഇല്ലേ മക്കളെ? അതാണ് മക്കളെ, ആ അനുതാപവും ആ കണ്ണീരുമാണ് ജ്ഞാനസ്നാനം. നമുക്ക് അപ്രകാരം ചെയ്യാം മക്കളെ. ഈശോ നന്മ ചെയ്ത് നസ്രത്തിലൂടെ ചുറ്റി സഞ്ചരിച്ചില്ലേ, വിശ്രമമില്ലാതെ നമുക്കും പ്രിയ മക്കളെ ദൈവജനത്തിന്റെ അടുത്തേക്ക് കടന്നിയല്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നമ്മളിങ്ങനെ വീട്ടിൽ അലസരായിരുന്നാൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് പാഷാണ്ഡതകളുമായി മറ്റു പലരും കടന്നു വരുന്നുണ്ട് മക്കളെ. ഈ മാധ്യമങ്ങളിലൂടെ, വാട്സപ്പിലൂടെയും മറ്റും ഫോൺ വിളിയിലൂടെയെല്ലാം അവർ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നുഴഞ്ഞു കയറി വിഷവിത്തുകൾ വിതയ്ക്കുകയാണ് മക്കളെ. പൗലോസ്ലീഹ പറഞ്ഞില്ലേ, ഞാൻ പ്രസംഗിച്ചതിന് വിരുദ്ധമായി ഞാനോ സ്വർഗത്തിൽ നിന്നൊരു ദൂതനോ പ്രസംഗിച്ചാൽ അവർ ശപിക്കപ്പെട്ടവനാകട്ടെ. നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് നാം നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും പ്രവേശനം കൊടുക്കരുത് മക്കളെ. പൊന്നുമക്കളെ പറയട്ടെ, അവരിപ്രകാരം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കയറുന്ന കാരണം എന്താണ്? നമ്മൾ പോകാത്തത് കൊണ്ടാണ്, നമ്മൾ ഇറങ്ങാത്തത് കൊണ്ടാണ്. നമ്മ കുടുംബങ്ങളിലേക്ക് ഇറങ്ങണം. നമുക്ക്